രേണു സുധിയുടെ രോഗവിവരമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചാ വിഷയം. താരത്തിന് ക്യാൻസർ സ്ഥിരീകരിച്ചുവെന്നാണ് പ്രചരിക്കുന്നത്. റിയാക്ഷൻ വീഡിയോകളിലൂടെ ശ്രദ്ധേയരായ ചില യൂട്യൂബേഴ്സാണ് ഇക്കാര്യങ്ങളെല്ലാം പുറത്തുവിട്ടത്. എന്നാൽ വിഷയത്തിൽ രേണു ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. രേണുവിന്റെ അസുഖ വിവരങ്ങൾ ഒരാഴ്ച മുമ്പ് താൻ അറിഞ്ഞുവെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. നിമിഷനേരങ്ങൾ കൊണ്ട് തന്നെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ ഏറെ ശ്രദ്ധ നേടി. രേണുവിന്റെ അസുഖ വിവരം ഒരാഴ്ച മുമ്പാണ് താൻ അറിഞ്ഞത്. ബ്രസ്റ്റ് ക്യാൻസർ ബാധിച്ച് അതിൽ സെക്കൻഡ് സ്റ്റേജിലാണ് രേണു ഇപ്പോൾ ഉള്ളത് എന്നുള്ള രീതിയിലാണ് ചില വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത്. യൂട്യൂബറുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നിന്റെ അവസ്ഥ നിനക്ക് അറിയാമല്ലോ, അത് അറിഞ്ഞു വെച്ച് പോക്കൂത്ത് കാണിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അങ്ങനെ പറഞ്ഞത് അസുഖത്തിന്റെ കാര്യം അപ്പോഴേ എനിക്ക് അറിയാമായത് കൊണ്ട് തന്നെയാണ്. രേണുവിന്റെ അസുഖം സെക്കൻഡ് സ്റ്റേജിലാണ് എന്നാണ് അറിഞ്ഞത്. ഇത്തരം അസുഖം വന്നു കഴിഞ്ഞ് നമ്മൾ അനുഭവിക്കേണ്ട വേദനകളും യാതനകളും കൂടുതലാണ്. ട്രീറ്റ്മെന്റും കാര്യങ്ങളുമുണ്ട്. ദുബായിൽ വെച്ചാണ് രോഗം കണ്ടെത്തിയത്. എന്തോ ഒരു ട്രീറ്റ്മെന്റ് പോയപ്പോഴാണ് പരിശോധനയിടയിൽ ഈ വിഷയം കണ്ടത്. ആ അസുഖം അത്രമാത്രം വലിയൊന്നാണ്. നമുക്ക് വന്നാലേ അതിന്റെ വേദനകളും യാതനകളും നമുക്ക് മനസ്സിലാകൂ. വൾഗാരിറ്റി നിറഞ്ഞ വീഡിയോ ഈ ഘട്ടത്തിലും എങ്ങനെ രേണുവിന് പോസ്റ്റ് ചെയ്യാൻ കഴിയുന്നു? ഇനിയിപ്പോൾ ആളുകൾ രണ്ടായി തിരിയും. ഒന്ന് സഹതാപത്തിന്റെ പേരും പറഞ്ഞ്, മറ്റൊന്ന് രേണുവിനെ പരിഹസിച്ചുകൊണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടും. രേണുവിനും കുടുംബത്തിനും കിട്ടിയ ഒരു വലിയ അടിയാണിത്. പക്ഷെ ഞാൻ ഇതിൽ ഒരിക്കലും സന്തോഷിക്കില്ല. ഈ വീഡിയോ ചെയ്യുന്നതെന്ന് കരുതി രണ്ട് സോഴ്സിൽ നിന്നുമാണ് ഞാൻ ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ തന്നെയും രേണുവിൻ്റെതായിട്ട് അറിഞ്ഞത്. രേണുവിന് ഇങ്ങനെ ഒരു അസുഖമുണ്ടെങ്കിൽ അത് മാറട്ടെ എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് എന്നാണ് ആ യൂട്യൂബർ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത്. തൊട്ടു പിന്നാലെ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ നിമിഷനേരങ്ങൾ കൊണ്ട് തന്നെ വൈറലായി. എന്നാൽ ഈ വിഷയത്തിൽ എത്രമാത്രം സത്യമുണ്ട് എന്നുള്ളത് വ്യക്തമല്ല. പലപ്പോഴായിട്ടും രേണുവിന്റെ പേരും പറഞ്ഞ് പല വ്യാജ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. എന്തിനേറെ പറയണം, ദുബായിലെ വരെ കള്ളക്കടത്തുണ്ട് എന്നുവരെയുള്ള പച്ചക്കള്ളമാണ് രേണുവിന്റെ പേരും ചേർത്തിക്കൊണ്ട് പലരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നത്. അത്തരത്തിലുള്ള മോശം വാക്കുകളൊക്കെ തന്നെ ഉന്നയിക്കുന്നവരോട് രേണു ശക്തമായി തന്നെ പ്രതികരിക്കാറുമുണ്ട്. എന്നാൽ ഇപ്പോൾ അതിനോടൊന്നും തന്നെ പ്രതികരിക്കാതെ തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്ന്. സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമായ രേണുവിനെ ഇന്ന് മലയാളികൾക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടം തന്നെയാണ്. അക്കൂട്ടത്തിൽ തന്നെയാണ് രേണുവിന്റെ ഓരോ വിശേഷങ്ങളും വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ അതിവേഗം ശ്രദ്ധ നേടുന്നതും. അക്കൂട്ടത്തിൽ തന്നെയാണ് ഇങ്ങനൊരു വാർത്തയും ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഈ വാർത്തയിൽ എത്രമാത്രം സത്യമുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടില്ല. രേണുവിന്റെ പ്രതികരണങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം.